ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് 4 രാത്രി 8 കൊടിയേറ്റും. തന്ത്രി കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടാമത്തെ ദിവസം സാംസ്കാരിക സമ്മേളനം ഭക്തജനങ്ങൾക്ക് നിർദ്ധരായ ഭക്തജനങ്ങൾക്കുള്ള വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധ രോഗങ്ങളാൽ വെട്ടയേറപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റ് 101 പേരുണ്ട്. ആ 101 പേർക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ക്ഷേത്രം നൽകുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ വക കിറ്റുണ്ട്, ക്ഷേത്ര തിരുമേൻ്റെ വക കിറ്റുണ്ട്. ക്ഷേത്രത്തിലെ ഒരു ഭക്തൻ 50,000 രൂപ അടച്ചിട്ടുണ്ട്. നിസാമെന്ന് പറഞ്ഞ ഭക്തൻ 50,000 രൂപ അടച്ചിട്ടുണ്ട്. കൊടിയേറ്റത്തിനു ശേഷം തന്നാരം കളി, കോലം കളി, തിറാപൂതൻ വരവ് എന്നിവ നടക്കും. രാവിലെ ലളിത സഹസ്രനാമ പാരായണ യജ്ഞവും ഉണ്ടാകും. 10-നാണ് ഭരണിവേല. 45ഓളം ആനകൾ ഭരണിവേലയ്ക്ക് അണിനിരക്കും. 11 ഇണക്കാള കോലങ്ങളും ഉണ്ടാകും. എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികൾ, കളംപാട്ട്, തോൽപ്പാവക്കൂത്ത്, രാവിലെ പ്രസാദക്കഞ്ഞി എന്നിവ ഉണ്ടാകുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാമകൃഷ്ണൻ മല്ലത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ സുരേന്ദ്രൻ നായർ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ, സുധാകരൻ കളത്തിൽ, കെ പി ഉണ്ണികൃഷ്ണൻ, പി കെ പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 വൈകിട്ട് 4 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. വിവിധ മേഖലകളിലുള്ളവരെ ആദരിക്കൽ, 101 പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവ നടക്കും. 6-ന് നൃത്തം, 7-ന് നാടൻപാട്ട്, 8-ന് ചെറിയാറാട്ട് ദിവസം ഗാനമേള, 9-ന് വലിയാറാട്ട് ദിവസം തായമ്പക, പകൽവേല, രാത്രിവേല, കാളവേല വരവ് എന്നിവ ഉണ്ടാകും. 10-നാണ് ഭരണിവേല. 5 മണിയോടെ വേലകളെത്തി പൂരപ്പറമ്പിൽ നിരക്കും. എഴുന്നള്ളിപ്പിന് ശേഷം ഡിജിറ്റൽ വെടിക്കെട്ടും ഉണ്ടാകും. ഉത്സവകാലത്ത് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തൊഴാൻ പോകുന്നവർ ഉത്രത്തിൽ ഭഗവതിയെയും തൊഴുതുമടങ്ങുന്ന പതിവുണ്ട്. തട്ടകത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ തന്നാരം കളിയും കൊടിയേറ്റം ദിനം മുതൽ തുടങ്ങും. ഏപ്രിൽ 10 ബുധനാഴ്ച രാവിലെ ക്ഷേത്ര അടിയന്തരങ്ങളും വിശേഷ പൂജകളും രാവിലെ മുതൽ പൂജൽ കരിവേലകൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 4-ന് വിഷ്ണു ക്ഷേത്രത്തിൽ തായമ്പക, തുടർന്ന് 5 മണി മുതൽ ദേവസ്വം വേല വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നു. ആനയിറക്കം, കുതിര, കാള, കട്ടിന്മേൽ കൂത്ത് എന്നിവ ക്ഷേത്രത്തിലിറങ്ങി പ്രദക്ഷിണം വെച്ച് ദേവിയെ പ്രണമിച്ച് കയറുന്നു. തട്ടകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വേലകളിൽ 40ഓളം തലയെടുപ്പുള്ള ഗജവീരന്മാർ, കേരളത്തിലെ പ്രഗത്ഭ വാദ്യകലാകാരന്മാർ നയിക്കുന്ന വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രപ്പറമ്പിൽ നിശ്ചിത സ്ഥലങ്ങളിൽ അണിനിരക്കുന്നു. തുടർന്ന് ദേവസ്വം വേലയും പിന്നീട് എല്ലാ ആനവേലകളും ക്രമപ്രകാരം ക്ഷേത്രത്തിൽ ഇറങ്ങി പ്രദക്ഷിണം വെച്ച് ദേവിയെ തൊഴുത് നടത്തുന്നു. CCN കടമ്പഴിപ്പുറം.